തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്ന ആനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി തയ്യാറാക്കാൻ പാറളം പഞ്ചായത്ത് സർവകക്ഷി യോഗം തീരുമാനിച്ചു. നായ്ക്കളെ വളർത്തുന്നവർക്ക് ലൈസൻസ് നിർബന്ധമാക്കാനും തീരുമാനം. തെരുവ് നായ്ക്കളുടെ ശല്യത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞ ദിവസമാണ് പാറളം പഞ്ചായത്ത് ഭരണസമിതി സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. കോടന്നൂർ കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു സർവകക്ഷി യോഗം നടന്നത്. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത പ്രസന്നൻ യോഗത്തിൽ അധ്യക്ഷയായി. തെരുവുനായ്ക്കളുടെ പ്രശ്നം അവതരിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ട് നമ്മൾ ബ്ലോക്കിൽ മീറ്റിംഗ് നടന്നപ്പോൾ ബ്ലോക്കിലെ 4 പഞ്ചായത്തുകൾ കൂടി ഈ ഒരു പ്രശ്നം ചർച്ച ചെയ്യപ്പെടുകയും അപ്പോൾ ബ്ലോക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥലം കണ്ടെത്തി ഈ നായ്ക്കൾക്ക് ഒരു ഷെൽട്ടർ ഒരുക്കുന്നതിനുള്ള കാര്യം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മളത് വളരെ വ്യക്തമായിട്ട് ബ്ലോക്കിനെ അറിയിച്ചിട്ടുണ്ട്. കാരണം നിലവിൽ നമ്മുടെ പഞ്ചായത്തിൽ ഇങ്ങനൊരു സ്ഥലം കണ്ടെത്താനായിട്ട് ഇതുവരെയായിട്ട് നമുക്ക് സാധ്യമായിട്ടില്ല. സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ പഞ്ചായത്തിലൊരു സ്ഥലം കണ്ടെത്തി ഷെൽട്ടർ പണിത് അതിലേക്ക് നായ്ക്കളെ കൊണ്ടുവന്ന് വെറ്റിനറി ഡോക്ടറെ വെച്ച് അതോടൊപ്പം തന്നെ നായ്ക്കൾക്ക് ഫുഡ്, വെള്ളം ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യണ ഒരു രീതിയാണ് നമുക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി നമ്മൾ മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായാണ് നമുക്കൊന്നും സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് സാധ്യമായിട്ടില്ല. മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിൽ നായ്ക്കൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അതുമായിട്ട് നിരവധി പരാതികൾ നമുക്ക് ഓരോ വാർഡുകളിൽ മെമ്പർമാരുടെ അടുത്തും അതോടൊപ്പം തന്നെ പഞ്ചായത്തിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ജില്ലാ തലത്തിലായാലും ജില്ലാതല ചർച്ചകളിൽ നമ്മൾ ഇതിൻ്റെ പ്രാധാന്യം വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് മനോജ് അയ്യപ്പത്ത്, പഞ്ചായത്ത് സെക്രട്ടറി രേഖ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വാർഡ് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി, സ്കൂളുകൾ, ആരാധനാലയങ്ങൾ എന്നിവയുടെ പ്രതിനിധികൾ, വെറ്ററിനറി ഡോക്ടർ, ആരോഗ്യവകുപ്പ് അധികൃതർ എന്നിവർ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തു. തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള ആനിമൽ ബർത്ത് കൺട്രോൾ എന്ന ABC പദ്ധതി വയ്ക്കാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. കൂടാതെ നായ്ക്കളെ വളർത്തുന്നവർ ലൈസൻസ് നിർബന്ധമായും എടുക്കണമെന്നതും യോഗത്തിൽ തീരുമാനമായി. നമ്മളൊരു പ്രൊഫഷൻസ് ഒരിക്കലും ഒരു നായനെ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ ഇതിൽ ആദ്യം വന്ന ഓർഡറിൽ നമുക്കുണ്ടാകുന്ന റാബിഡായുള്ള നായനമില്ല, അതല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻസർ വായിച്ചോ അല്ലെങ്കിൽ നമുക്ക് ഇതിൽ മാറ്റാൻ പറ്റാത്ത നായകളൊക്കെ ഇല്ലയെന്ന് പറഞ്ഞു. ഇപ്പോൾ അവസാനം വന്ന ഓർഡറിൽ ഡെമോൺസ്ട്രബിളി ഡേഞ്ചറസ്, ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് കറക്റ്റ് മനസ്സിലായില്ല. ഡെമോൺസ്ട്രബിളി ഡേഞ്ചറസ് ആയ നായകൾ, അതായത് നമുക്കത് തെളിയിക്കാൻ പറ്റും ആ നായ അപകടകരമായത്. അങ്ങനെയാണ് ഞാൻ ആ വാക്യത്തിൽ മനസ്സിലായത്. അങ്ങനെയുള്ള നായയെ കൊല്ലാൻ പറ്റുമെന്ന് പറയുന്നത് അതിനൊരു കമ്മിറ്റിയുടെ പൂർണ്ണമായ രൂപത്തിലായിലേക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 17-ാം തീയതി 3 ഡിവിഷന്മാർ ചേർന്നിട്ടൊരു യോഗമുണ്ടെന്ന് പറഞ്ഞതായിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻ എടുക്കാനായിട്ട് അതിന് ഈ കമ്മിറ്റിക്കാരാരെങ്കിലും ഒരു കാര്യം മനസ്സിലായി. ഒരിക്കലും നമ്മൾ നായനെ കൊല്ലാനും നമുക്ക് സാധ്യമല്ല. നമുക്കൊരു പഞ്ചായത്തിൽ അപകടകരമായി തോന്നുന്ന